നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചും കുടുംബം ഉയർത്തുന്നത് അസാധാരണ സാഹചര്യത്തിലെ മരണത്തെക്കുറിച്ച് തന്നെയാണ്. നവീൻ ബാബുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുതൽ അന്വേഷണം എത്തി നിൽക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ഓരോന്നായി പരാമർശിച്ചുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ വാദമുഖങ്ങൾ ഉയർത്തുന്നതും. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അപൂർണമാണ്. അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോട് പറയാതിരുന്നതും സംശയകരമാണെന്നാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. കഴുത്തിലെ കയറിന്റെ പാട് സംബന്ധിച്ച് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നത് തമ്മിൽ 10 സെന്റിമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷമാണ് വിവരം സഹോദരനെ ഫോണിൽ അറിയിക്കുന്നതും. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയതും സംശയകരമാണെന്നും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിക്കുന്നു. എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കുന്നില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. നവീൻ ബാബു അവസാനമായി സംസാരിച്ചത് മഞ്ജുഷയോടാണ്. സംശയകരമായ ഒരു കാര്യവും അവർക്ക് പങ്കുവയ്ക്കാനായിട്ടില്ല. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBIയും വ്യക്തമാക്കി. 165 സെന്റിമീറ്റർ ഉയരമുള്ള വ്യക്തിക്ക് കസേരയോ മേശയോ ഉപയോഗിച്ച് മുകളിൽ തൂങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആവശ്യമായ വിവരങ്ങളൊന്നും തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം സൂചനകളൊന്നുമില്ല. ഈ രക്തക്കറ എവിടെ നിന്ന് വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. മർമ്മം അറിയാവുന്നവർക്ക് ഒറ്റ ഇടിയിൽ ശരീരത്തിന് പുറത്ത് മുറിവുണ്ടാക്കാതെ ആന്തരിക രക്തസ്രാവത്തിലൂടെ കൊല നടത്താനുള്ള കഴിവുകളുണ്ട്. വടക്കൻ കളരിയിലെ ഈ മർമ്മമുറ നവീൻ ബാബുവിൽ പ്രയോഗിച്ചു എന്ന സംശയമാണ് അടിവസ്ത്രത്തിലെ രക്തക്കറ ഉയർത്തുന്നതും. ഹൃദയത്തിന് താഴെയുള്ള വയറുഭാഗത്തെ ഒറ്റ ഇടിയിൽ സംഭവിച്ചതാണോ ഈ മരണമെന്ന ചോദ്യം അന്നും ഇന്നും സജീവമാണ്. ഇത് കൂടാതെ വൃഷ്ണഭാഗത്ത് ചവിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാം, ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാം, ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ കഴിയും. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ എന്ന് പറയുമ്പോഴും കൊലപാതക സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും എന്നാൽ SIT ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കുടുംബം വാദിച്ചത്. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് സർക്കാർ വാദിച്ചു. പോരായ്മകളുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണ്. കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങളും പരിശോധിക്കും. അന്വേഷണ സംഘം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ വാദിച്ചു. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് കേസിൽ പിന്നീട് വിധി പറയും. ആന്തരികമായ മുറിവുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ശരിയായ വിധത്തിലാണ് നടത്തിയത് എന്ന വാദം സ്വീകാര്യമല്ലെന്നാണ് കുടുംബം പറയുന്നത്. ഏറെ ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ട്. അന്വേഷണ അട്ടിമറിയും വ്യക്തം. അതുകൊണ്ട് കൂടിയാണ് CBI അന്വേഷണത്തിനുള്ള നിയമ പോരാട്ടത്തിന് നവീൻ ബാബുവിന്റെ കുടുംബം തയ്യാറായത്. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷവും 15 പുലർച്ചയ്ക്ക് മുൻപുമാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. രാവിലെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഡ്രൈവർ മൃതദേഹം കാണുന്നത്. 1-2 മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്ത് രക്തം ചുവന്ന വിധത്തിൽ നിറം മാറ്റം, പിങ്ക് നിറത്തിലേക്ക് നിറം മാറ്റം സംഭവിക്കാം. വെളുത്ത ശരീരപ്രകൃതിയാണ് നവീൻ ബാബുവിനുള്ളത് എന്നതിനാൽ ഇത് ദൃശ്യവുമാകേണ്ടതാണ്. എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ട പിടിക്കാത്ത നിലയിലാണ് കണ്ടത്. ശരീരം തൂങ്ങിക്കിടന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ തൂങ്ങുന്നതിന് മുൻപ് ശരീരം കുറെ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിൽ സംഭവിക്കാം. നാക്ക് കടിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബലം പ്രയോഗിക്കുന്നത് മൂലവും ഇത് സംഭവിക്കാം. കഴുത്തിന്റെ പിൻഭാഗത്തെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയേ ഇല്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു. 55 കിലോഗ്രാം ഭാരമുള്ള ശരീരം തൂങ്ങിയെന്ന് പറയുന്നത് 1/2 സെന്റിമീറ്റർ കനമുള്ള പഴയൊരു കയറിലാണ്. ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല.
തൂങ്ങുന്ന ഒരാളുടെ ശരീരം മരവിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനവും രക്തവും ഉമിനീരും ശുക്ലവും അടക്കമുള്ള സ്രവങ്ങൾ സാധാരണ പുറത്തു വരാറുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നുമില്ല. അസ്വാഭാവിക മരണമുണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ആന്തരികാവയവങ്ങളും രക്തവുമൊക്കെ ശേഖരിച്ച് സംരക്ഷിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല. മരണസമയം സംബന്ധിച്ചും തിരിമറി നടന്നിട്ടുണ്ടെന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തങ്ങൾ എത്തുന്നതിന് മുൻപ് വേഗത്തിൽ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷൻ സൂപ്രണ്ടിനോട് ഫോണിലൂടെ പറഞ്ഞു എന്നത് അവാസ്തവമാണെന്നും കുടുംബം വിശദീകരിക്കുന്നു. പ്രതിയായ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും കുടുംബം എതിർത്തിരുന്നു. എന്നാൽ എല്ലാം സുതാര്യമായി നടക്കുമെന്ന് കളക്ടറാണ് ഉറപ്പു നൽകിയത്. PP ദിവ്യയ്ക്ക് CPM-നകത്ത് ശക്തമായ സ്വാധീനമുണ്ട് എന്നതുകൊണ്ടാണ് ജാമ്യം കിട്ടിയപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശ്യാമള ദിവ്യയെ സ്വീകരിക്കാനായി ജയിലിലെത്തിയത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കുടുംബം വാദിക്കുന്നുണ്ട്. നന്ദി.